49 വർഷക്കാലത്തെ സേവനത്തിന് ശേഷം കേളകത്തെ ആദ്യകാല സ്റ്റുഡിയോ വിജയ് സ്റ്റുഡിയോ പ്രവർത്തനം അവസാനിപ്പിച്ചു. 1975 കേളകത്ത് വിജയ് സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിക്കുന്നത്. കൊട്ടിയൂർ സ്വദേശിയായ ശ്രീവിലാസത്തിൽ വിജയേട്ടനാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തുടങ്ങിയ ഫോട്ടോഗ്രാഫിയും സ്റ്റുഡിയോ പ്രവർത്തനവും അവസാനിപ്പിച്ചത്. ഓട് നീക്കി വെളിച്ചത്തിനായി ഗ്ലാസ് ഇട്ടായിരുന്നു ഫോട്ടോഗ്രാഫിയിൽ വിജയേട്ടന്റെ തുടക്കം. പിന്നീട് കാലവും മാറി, കഥയും മാറി. ഡിജിറ്റൽ രംഗം വരെ വിജയേട്ടൻ പിടിച്ചു നിന്നു. പാലക്കാട് നിന്നാണ് ഫോട്ടോഗ്രാഫി പഠിച്ചത്. പിന്നീട് സുൽത്താൻ ബത്തേരിയിൽ പ്രാക്ടീസ് ചെയ്തതിനു ശേഷമാണ് കേളകത്ത് വിജയ് സ്റ്റുഡിയോ തുടങ്ങുന്നത്. ആരോഗ്യ കാരണവും പ്രായവും ജോലിക്ക് തടസ്സമാണെന്ന് കണ്ടതിനെ തുടർന്നാണ് സ്റ്റുഡിയോ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതെന്ന് വിജയേട്ടൻ ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഞാൻ 1975 കേളകത്ത് സ്റ്റുഡിയോ തുടങ്ങുന്നത്. അന്ന് കേളകത്ത് കറണ്ട് ഉണ്ടായിരുന്നില്ല. ഓട് ഏകദേശം 20ഓളം ഓട് മാറ്റിയിട്ട് ഗ്ലാസ് ഇട്ടിട്ട് പകൽ സമയത്ത് ഫോട്ടോ എടുത്തിരുന്നു. അത് ഡാർക്ക് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി മണത്തണയിൽ കറണ്ടുള്ള റൂം വാടകയ്ക്കെടുത്ത് ഒന്നിരാടൊക്കെ അവിടെ പോയി ഇത് വർക്ക് ചെയ്ത് കൊണ്ടുവന്ന് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു. ഏകദേശം ഒരു 8 കൊല്ലത്തോളം ഇങ്ങനെ കറണ്ടില്ലാതെ കേളകത്ത് പ്രവർത്തിച്ചതിന് ശേഷമാണ് കേളകത്ത് കറണ്ട് വരുന്നത്. അത് അതിന് ശേഷം കറണ്ടിൽ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. മണത്തലിനെ പോക്കൊക്കെ വേണ്ടാന്ന് വെച്ചു. പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം അന്നൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. പിന്നീട് കളർ റോൾ ഫിലിം വന്നു. പിന്നെ കളർ ഫിലിമിലേക്ക് മാറി. ഇപ്പോൾ ഡിജിറ്റൽ കാലഘട്ടമാണ്. ഡിജിറ്റൽ ഞാൻ ഫുള്ളായിട്ട് കൈകാര്യം ചെയ്യുന്നില്ല. അപ്പോൾ ഒരു സഹായി ഇപ്പോഴും കമ്പ്യൂട്ടറിന് സഹായിയായിട്ട് ആളുണ്ട്. കുറേയൊക്കെ ഞാനും ഡിജിറ്റൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് ഒന്ന് വീഴാനൊക്കെ ഇടയായി. കൈക്കൊക്കെ പരിക്ക് പറ്റിയായിരുന്നു. അതോടുകൂടി ഇനിയിപ്പോൾ വയസ്സ് 71 ഇനി സ്റ്റുഡിയോ നിർത്തിക്കളയാമെന്ന് തോന്നൽ വരികയും അതനുസരിച്ച് സാഹചര്യം അനുകൂലമായപ്പോൾ ഞാനിപ്പോൾ അത് നിർത്തി പിൻവാങ്ങുകയാണ്. കേളകത്ത് വൈദ്യുതി ഇല്ലാത്ത കാലത്താണ് സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചത്. പക്ഷേ ഇന്ന് എന്തുണ്ടായിട്ടും ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോ മേഖലയിൽ പണിയില്ലാത്ത അവസ്ഥയാണെന്നും വിജയേട്ടൻ പറയുന്നു. സജീവ് നായർ, ഹൈവിഷൻ ന്യൂസ്, കേളകം.